നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗങ്ങളൊക്കെ വലിയ ആകാംക്ഷയോടെ ഉറ്റുനോക്കും സമൂഹം. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്, അതൊരു പതിവാണ്. അത് ഇപ്പോൾ ഈ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ മൂന്നാം ക്യാബിനറ്റാണ്. പല നിർണായക തീരുമാനങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു ക്യാബിനറ്റാണ്. പ്രത്യേകിച്ചും ഈ സ്ത്രീകളുടെ KSRTC സൗജന്യ യാത്ര എങ്ങനെ എന്തെന്ന കാര്യത്തിലൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതി എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും. മറ്റൊന്ന്, ഈ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്കൊക്കെ വലിയ അതൃപ്തിയുണ്ട് ചീഫ് സെക്രട്ടറിയുടെ തീരുമാനത്തോട്. അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളുണ്ട്. അതൊക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മറ്റു പല വിഷയങ്ങളും ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിലെ പുനരന്വേഷണ റിപ്പോർട്ട് ഇന്നിപ്പോൾ DGPക്ക് കൈമാറാൻ പോകുന്നു. ഒപ്പം അല്പസമയം മുമ്പ് വന്ന മറ്റൊരു കാര്യം, ഇന്ധനവില കൂട്ടിയതാണ് രാജ്യത്ത്. സംസ്ഥാനം അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ആകാംക്ഷയുണ്ട്. ഈ മൂന്നാം ക്യാബിനറ്റിലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സെസ് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള ദിവസമാണ്. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകളിലേക്ക്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് ലിറ്ററിന് ₹2.61 ഡീസലിന് ₹2.71 വർദ്ധിപ്പിച്ചു. രണ്ടാഴ്ചക്കിടെ വില കൂട്ടുന്നത് 4ാം തവണ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ പുനരന്വേഷണ റിപ്പോർട്ട് ഇന്ന് DGPക്ക് കൈമാറും. ഗൺമാൻ അനിൽകുമാർ ഉൾപ്പെടെ കേസിൽ 5 പ്രതികൾ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സാധ്യത. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു. കാലവർഷം നാളെ എത്തിയേക്കും. KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. സൗജന്യ യാത്രയുടെ വിശദാംശങ്ങളും മാനദണ്ഡങ്ങളും തീരുമാനിക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവും മദ്യനയവും ചർച്ചയാവും. ആശ്രിത നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ KSRTCയിൽ ജോലിയിലിരിക്കെ മരണപ്പെട്ട ജീവനക്കാരുടെ കുടുംബങ്ങൾ. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി ഇന്ന് രാത്രി വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റിലെ സാങ്കേതിക തകരാർ തുടരുന്നതിനാൽ അപേക്ഷാ തീയതി നീട്ടണമെന്ന് വിദ്യാർത്ഥികൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. IPLൽ പ്ലേ ഓഫ് ചിത്രമായി. ബംഗളൂരു ഗുജറാത്ത് ആദ്യ ക്വാളിഫയർ നാളെ. എലിമിനേറ്ററിൽ രാജസ്ഥാൻ ഹൈദരാബാദിനെ നേരിടും. രാജ്യത്ത് വീണ്ടും ഇന്ധനവിലയിൽ വർധനവ്. പെട്രോളിന് ലിറ്ററിന് ₹2.61 ഡീസലിന് ₹2.71 കൂട്ടിയത്. രണ്ടാഴ്ചക്കിടെ ഇത് 4ാം തവണയാണ് വില കൂട്ടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇന്ധനവില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഇപ്പോൾ വില വർദ്ധിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? എന്താണ് വിവരങ്ങൾ? രാജ്യത്തെ ഇന്ധന വിലയിൽ വീണ്ടും വർധനവ് വരുത്തിയിരിക്കുകയാണ്. പെട്രോളിന് ലിറ്ററിന് ₹2.61 ഡീസൽ വില ലിറ്ററിന് ₹2.71 നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാഴ്ചക്കുള്ളിൽ 4ാമത്തെ തവണയാണ് ഇതിൽ ഇന്ധന വില വർധനവ്. ഡീസലിനും പെട്രോളിനും വില വർദ്ധിച്ചത്. നേരത്തെ ₹3, പിന്നീട് 90 പിന്നീട് 87 ഉൾപ്പെടെ അത്തരത്തിൽ 3 തവണ ഈ രണ്ടാഴ്ചക്കിടെ വർധനമുണ്ടായിരുന്നു. ഇപ്പോഴും പെട്രോളിനും ഡീസലിനും ₹2 മുകളിലാണ് ഓരോ ലിറ്ററിനും വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ഡൽഹിയിലെ വില നിലവാരം പരിശോധിക്കുമ്പോൾ ഡീസലിന് ലിറ്ററിന് ₹95.20 പെട്രോൾ ഡീസലിന് ₹102 കേരളത്തിൽ പെട്രോൾ വില 115 കിടക്കും. ഇത്തരത്തിൽ ഇന്ധന വില വർധനവ് അടിക്കടി ഉണ്ടാകുന്നതോടെ നിത്യോപയോഗ സാധനത്തിനുൾപ്പെടെ വില വർധനവ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്.
പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷം, അതേ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കം നടക്കാത്തത്, ആഗോള അസംസ്കൃത എണ്ണവിലയിൽ വന്നിട്ടുള്ള വർധനവ്, ഇതെല്ലാമാണ് ഡീസൽ, പെട്രോൾ വില, ഇന്ധന വില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത്. നേരത്തെ തന്നെ ഈ വില വർദ്ധിപ്പിക്കാതിരുന്നാൽ കോടികളുടെ നഷ്ടം ദിവസേന ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ട് എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. തുടർന്നാണ് വില വർധനവിലേക്ക് കടന്നിട്ടുള്ളത്. നിലവിൽ ഇത് 2 ആഴ്ചക്കിടെ 4ാം തവണയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്നത്. മായ. ശരി, ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാജ്യത്ത് വീണ്ടും ഇന്ധനവിലയിൽ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. പെട്രോളിന് ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. പെട്രോൾ ഡീസൽ വിലവർധനവിന് പിന്നാലെ വീണ്ടും ആകർഷക കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മാഹി. സമീപ ജില്ലയിൽ നിന്നും ഇന്ധനം നിറയ്ക്കാൻ എത്തുന്നവരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. വിലയിലെ വലിയ മാറ്റമാണ് വാഹന ഉപഭോക്താക്കളെ മാഹിയിലേക്ക് ആകർഷിക്കുന്നത്. യുദ്ധം സൃഷ്ടിച്ച ഊർജ്ജ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി ഇതുവരെയും പരിഹരിക്കാൻ നമ്മുടെ നാടിന് സാധിച്ചില്ല. നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള ഊർജ്ജ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CNG ഉൾപ്പെടെയുള്ള പാചകവാതകത്തിന് ഉൾപ്പെടെ വില കൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. മാത്രമല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ക്രമാധീനമായി വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മാഹിയിലാണ്. എന്നോടൊപ്പം ചേർന്നത് ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ മാനേജറായിട്ടുള്ള രാകേഷാണ്. ഈ കേരളവും പോണ്ടിച്ചേരിയും തമ്മിൽ എത്ര രൂപയുടെ വ്യത്യാസമാണ് ഇപ്പോൾ നിലവിലിപ്പോൾ പെട്രോളിനുള്ളത്? നിലവിലൊരു 10-11 രൂപയുടെ വ്യത്യാസവും പെട്രോൾ ഒരു 12 രൂപയുടെ വ്യത്യാസവും ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പൊ 2 പ്രാവശ്യമായിട്ട് ഒരു പ്രാവശ്യം 3 രൂപയും രണ്ടാമത്തെ പ്രാവശ്യം 90 പൈസയാണ് ഇപ്പം കൂടിയിരിക്കുന്നത്. നിലവിൽ ഇവിടെ 87-64 ഡീസലിനും 97-74 പെട്രോളിനാണ് ഇപ്പം നിലവിലുള്ള റേറ്റ്. ഇനി കൂടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, കമ്പനി തീരുമാനിക്കുന്നതാണ്. നിലവില് സാധാരണ ആളുകൾക്ക് അറിയാൻ വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്, എത്ര പൈസയാണ് ഈ മാഹിയിൽ കൂട്ടിയിരിക്കുന്നതെന്നാണ് അറിയാൻ താല്പര്യമുള്ളത്. മാഹിയിൽ നിലവിലിപ്പം ഡീസലിന് 3 രൂപ 90 പൈസന്റെ അടുത്താണ് ഏകദേശം കൂടിയിരിക്കുന്നത്. പെട്രോളിനും അതേപോലെ തന്നെയാണ് 3 രൂപ 90 പൈസ കൂടിയിട്ടുള്ളൂ, വേറെ ഒരു പൈസയും കൂടിയിട്ടില്ല. ഫസ്റ്റ് ടൈം 3 രൂപയും സെക്കൻഡ് ടൈം 90 പൈസ കൂടിയിരിക്കുന്നത്. ഈ ഊർജ്ജ പ്രതിസന്ധി വല്ലാത്ത രീതിയിൽ നമ്മുടെ നാടിനെ അലട്ടുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അത് ഒരു നയപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, അതായത് എഥനോളിന്റെ ഉപയോഗം കൂട്ടുക എന്നുള്ളതാണ്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണത്? എത്തനോളിന്റെ ഇപ്പം നിലവിൽ നമുക്ക് പെട്രോളിന് 20% എത്തനോൾ കൂടിയിരിക്കുകയാണ്. അത് ഇൻക്രീസ് ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ കുറക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് ഒരു കണം ജലം ഇതാകുമ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ടെക്നോളജി ഇവിടെ കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കമ്പനി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഈ മാത്രമല്ല ഈ ചില ആളുകളുടെ ആശങ്ക എന്ന് പറയുന്നത്, ഇത് ഈ പെട്രോൾ പമ്പുകളിൽ നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്നതും മാഹിയിൽ ഉപയോഗിക്കുന്ന പമ്പുകളിൽ ഈ എഥനോളിന്റെ അളവ് കൃത്യമാണോ, അത് രണ്ടും വ്യത്യാസമാണോ എന്നറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. എന്താണത്? നമുക്കൊക്കെ പ്രൊഡക്റ്റ് വരുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഫറൂഖ് ഡെപ്പോ എന്നാണ്. കേരളത്തിലും വരുന്നത് അതേ ഡെപ്പോ എന്നാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് 2 സ്ഥലത്തും ഒരേപോലെയാണ് വരുന്നത്. ടാക്സിന്റെ റിഡക്ഷനിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് അല്ലേ? ടാക്സിന്റെ ഡിഫറൻസ് മാത്രമാണ് കേരളവും നമ്മളും തമ്മിൽ വ്യത്യാസം അന്തരമുള്ളത്. പെട്രോളിന് 10 രൂപയും ഡീസലിന് 12-13 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് പെട്രോളിനും ഡീസലായിട്ട്. പെട്രോൾ വില വർധനവിന് ശേഷം ഇത്തരത്തിൽ ആളുകളുടെ എണ്ണം വീണ്ടും കൂടിയോ? കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ പെട്രോൾ അടിക്കാൻ വരവ് കൂടിയോ? നിലവിൽ അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല. നമുക്ക് നമ്മുടെ ശരാശരി ഒരു കച്ചവടമുണ്ട്. അത് ഇപ്പം കുറച്ചൊരു ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്. കുറച്ച് ഡൗൺ ആയിരുന്നു. ഇപ്പം നിലവിൽ കുറച്ചൊരു ഇൻക്രീസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാതെ ഈ പ്രതിസന്ധികളൊന്നും പരിഹരിക്കാൻ സാധ്യമല്ല. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ഇവിടെ എത്തി പെട്രോൾ അടിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഡീസലിനും വലിയ രീതിയിലുള്ള വിലക്കുറവുണ്ട്. ഹൈവേന്റെ പണി മൂലം കച്ചവടമൊക്കെ അല്പം കുറഞ്ഞിരുന്നുവെങ്കിലും ഈ വലിയ രീതിയിലുള്ള ഈ പണത്തിലെ വ്യത്യാസം, അതായത് 10 രൂപയോളം വരുന്ന വ്യത്യാസം, അത് വീണ്ടും മാഹിയെ ഒരു ആകർഷക കേന്ദ്രമാക്കി തന്നെ മാറ്റുകയാണ്. മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. അട്ടപ്പാടി മധു കൊലക്കേസിൽ പ്രതികളുടെയും സർക്കാരിന്റെയും അപ്പീലുകളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയാൻ പോവുകയാണ്. പ്രതികൾക്ക് ജീവപര്യന്തം ജയിൽ ശിക്ഷ നൽകണമെന്നും വിചാരണ കോടതി വെറുതെ വിട്ട 2 പ്രതികളെ ശിക്ഷിക്കണമെന്നുമാണ് സർക്കാരിന്റെ പ്രധാന ആവശ്യം. ജയിലിലും ജാമ്യത്തിലുമുള്ള പ്രതികളോട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി
ഞങ്ങളുടെ പ്രതിനിധി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഈ അട്ടപ്പാടി മധു കൊലക്കേസ് വർഷങ്ങളായി, അതിൻ്റെ അപ്പീലിൽ ഇതിപ്പോൾ വിധി വരാൻ പോവുകയാണ്. എന്ത് പ്രതീക്ഷിക്കാം? എന്താണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത്? അതെങ്ങനെയായിരിക്കും? മായ, അട്ടപ്പാടി മധു കേസിലെ വിധിയിൽ പിന്നീട് സർക്കാർ നൽകിയിട്ടുള്ള അപ്പീലും ഒപ്പം തന്നെ പ്രതികൾ നൽകിയിട്ടുള്ള അപ്പീലിലാണ് ഇന്ന് ഹൈക്കോടതി വിധി പറയുന്നത്. പ്രധാനമായിട്ടും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രതികളുടെ ശിക്ഷ, ഈ വിധിച്ച ശിക്ഷ കുറഞ്ഞുപോയി, മാത്രവുമല്ല രണ്ടുപേരെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ കൂടുതൽ ശിക്ഷ വേണം, പ്രതികളെ വെറുതെ വിട്ട നടപടി പിൻവലിക്കണം, ഇവരെയും പ്രതി ചേർക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും സർക്കാർ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഈ ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികൾ നൽകിയിട്ടുള്ള ഹർജി. ഈ അപ്പീലുകളാണ് ഇന്ന് പ്രധാനമായിട്ടും ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഈ കേസിൽ 16 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. ഈ 14 പേരിൽ 13 പേർക്ക് 7 വർഷം കഠിന തടവും ഒപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരുന്നത്. മറ്റൊരാൾക്ക് കുറഞ്ഞ ഒരു ശിക്ഷ മാത്രമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ഈ നടപടി പിൻവലിച്ചുകൊണ്ട് മുഴുവൻ പ്രതികൾക്കും കടുത്ത ശിക്ഷ തന്നെ നൽകണം, ജീവപര്യന്തം തന്നെ നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2 പേരെ വെറുതെ വിട്ടിരുന്നു. ഇതിലെ 4ാം പ്രതിയായിട്ടുള്ള അനീഷ്, ഒപ്പം തന്നെ 11ാം പ്രതിയായിട്ടുള്ള അബ്ദുൽ കരീം, ഈ 2 പേരെയായിരുന്നു വെറുതെ വിട്ടത്. ഈ അനീഷ് ഈ മധുവിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി എന്നുള്ളൊരു കാര്യം മാത്രം, അത്തരത്തിലുള്ളൊരു കുറ്റം മാത്രമായിരുന്നു ഇയാൾക്കെതിരായിട്ട് ചുമത്തിയിരുന്നത്. എന്നാൽ പിന്നീട് തെളിവുകളുടെ അഭാവത്തിലായിരുന്നു ഈ 2 പ്രതികളെയും വെറുതെ വിട്ടത്. ഈ നടപടിയും പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രതികളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ അപ്പീലുകൾ ഇന്ന് വിധി പറയുകയാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ജയിലിലുള്ള പ്രതികളോടും ഒപ്പം തന്നെ പുറത്തുള്ള പ്രതികളോടും ഹൈക്കോടതിയിൽ ഹാജരാകാൻ കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിരൺ, മറ്റൊന്ന് ഇന്ന് ഹൈക്കോടതിയിലേക്ക് നമ്മൾ ഉറ്റുനോക്കുന്നത് മലയിടംതുരത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു. ഈ കുടിയൊഴിപ്പിക്കൽ ഉണ്ടല്ലോ, അതിലൊരു സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ സർക്കാരിന്റെ ഹർജി. കിരൺ, മായ, ഈ കേസിൽ നിലവിൽ ഇപ്പോൾ സർക്കാർ കക്ഷിയല്ല. അതുകൊണ്ട് തന്നെ കക്ഷി ചേരുന്നതിനടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. നിലവിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഈ കുടിയൊഴിപ്പിക്കൽ നടപടികളിൽ നിന്ന് സാവകാശം വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഈ കേസിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1984 വാഴക്കുളം സ്വദേശിയായിട്ടുള്ള ശങ്കരനാരായണൻ എന്ന വ്യക്തി ഈ മലയിടംതുരുത്ത് പാര്യത്തുകാവിലെ തന്റെ 2 ഏക്കർ 92 സെന്റ് ഭൂമി ഇത് തന്റേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ആദ്യം പറവൂർ മുൻസിഫ് കോടതിയിലെത്തിയ കേസ് പിന്നീട് ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും എത്തുകയുണ്ടായിരുന്നു. ഈ കേസുകളിലെല്ലാം തന്നെ ഈ ശങ്കരൻ നായർക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് ഉണ്ടായത്. ഇവിടെ താമസിക്കുന്ന 8 കുടുംബങ്ങൾ, അതിൽ 7 ദളിത് കുടുംബങ്ങളാണ്, മറ്റൊരു കുടുംബം അടക്കം ഇങ്ങനെ 8 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവർ തലമുറകളായി തന്നെ താമസിച്ചു വരികയായിരുന്നു. എന്നാൽ ഇവരുടെ കൈവശം പട്ടയമടക്കമുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമി തന്റേതാണെന്നുള്ള ഒരു അവകാശവാദമായിരുന്നു ശങ്കരൻ നായർ ഉന്നയിച്ചിരുന്നത്. പിന്നീട് ശങ്കരൻ നായർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയും ലഭിക്കുകയുണ്ടായിരുന്നു. അവസാനം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഈ ഭൂമി ശങ്കരൻ നായർക്ക് വിട്ടു നൽകേണ്ടതാണ്. ഇതിന്റെ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ഏതായാലും ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയത്. 8 കുടുംബങ്ങളോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം പിന്തുണ ഇവർക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ സാവകാശം വേണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഒരു സമവായത്തിനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി തന്നെ രൂപീകരിച്ചുകൊണ്ടാണ് ഇതിലൊരു സമവായത്തിനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഇരു വിഭാഗങ്ങളുമായിട്ട്, അതായത് വാദി വിഭാഗമായിട്ടുള്ള ശങ്കരൻ നായരുടെ ഇപ്പോഴുള്ള ഇവരുടെ മക്കളടക്കമുള്ള അനന്തരാവകാശികളും ഒപ്പം തന്നെ ഇവിടെ താമസിച്ചു വരുന്ന 8 കുടുംബങ്ങളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു. ഭൂമി വിഷയത്തിൽ അതുവരെ ഈ സർക്കാർ ഒരു നിലപാട് എത്തുന്നതുവരെ
മറ്റു നടപടികളിലേക്ക് കോടതി കടക്കരുത് എന്നുള്ളൊരു ആവശ്യമാണ് സർക്കാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഒപ്പം സർക്കാർ ഇതിൽ ഒരു സമവായം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. നേരത്തെ ഈ വിഷയത്തിൽ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് 40 സെന്റ് നൽകാമെന്നുള്ളൊരു സമവായ ചർച്ചയിലേക്ക് ഈ കുടുംബങ്ങൾ എത്തിയതാണ്. എന്നാൽ ഈ മുഴുവൻ സ്ഥലവും ഇവരുടെ കൈവശമുള്ള മുഴുവൻ സ്ഥലവും വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയായിരുന്നു കുടുംബങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചർച്ചകൾ അന്ന് ഫലം കണ്ടില്ല. ഈ ചർച്ച വീണ്ടും ആരംഭിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം കൂടി സർക്കാർ പ്രധാനമായിട്ടും ഇതിനിടയിൽ ശ്രമിക്കുന്നുണ്ട്. ശരി, കിരണാണ് വിവരങ്ങൾ നൽകിയത്. മലയിടംതുരത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ പ്രശ്നത്തിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. വി ഡി സതീശൻ സർക്കാരിന്റെ നിർണായക മന്ത്രിസഭാ യോഗമാണ് ഇന്ന്. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ വിശദാംശങ്ങളും മാനദണ്ഡങ്ങളും തീരുമാനിക്കും. അതോടൊപ്പം മദ്യനയത്തിൽ ചർച്ചയുണ്ടാവും. വകുപ്പ് മന്ത്രിമാർ അറിയാതെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം നടത്തി എന്ന കാര്യം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകും. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, ഇന്നത്തെ മന്ത്രിസഭാ യോഗം VDS സർക്കാരിൻ്റെ 3ാം മന്ത്രിസഭാ യോഗമാണ്, നിർണായകമായ മന്ത്രിസഭാ യോഗം. അതിൽ ഉറ്റുനോക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. ഈ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, ആ പദ്ധതി എങ്ങനെ എന്ത് എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം അത് പ്രതീക്ഷിക്കാം അല്ലേ ഈ 3ാം മന്ത്രിസഭാ യോഗത്തിൽ? തീർച്ചയായും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി എല്ലാവരും കാത്തിരിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നതും KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. അത് ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ചു. ജൂൺ 15 മുതൽ സൗജന്യ യാത്ര നടപ്പാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ്, എന്താണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ, ഇതിൽ ഏതൊക്കെ റൂട്ടുകളിലാണ്, ഏതൊക്കെ ബസ്സുകളിലാണ്, ഏതൊക്കെ തരം ബസ്സുകളിൽ, അതോടൊപ്പം തന്നെ ഏതൊക്കെ സ്ത്രീകളിലെന്ന് പറയുമ്പോൾ ഒരു പ്രായപരിധി ഉണ്ടാകുമോ, കാർഡ് BPL കാർഡ് കാണിക്കേണ്ടി വരുമോ, അങ്ങനെ കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്കാണോ, എല്ലാ വിഭാഗക്കാർക്കുമാണ്, ഇതടക്കമുള്ള പല സംശയങ്ങളാണ് ജനങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഈ സംശയങ്ങളൊക്കെ തന്നെ ഗതാഗത മന്ത്രി ചോദിക്കുമ്പോഴേക്ക് അദ്ദേഹം പറയുന്നത് ക്യാബിനറ്റിൽ തീരുമാനിക്കും. ക്യാബിനറ്റിൽ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ വിശദാംശങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ക്യാബിനറ്റിലാണ് ഒരു മന്ത്രി, ഗതാഗത മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ല തീരുമാനിക്കേണ്ടത്. ഇത് ക്യാബിനറ്റിൽ മന്ത്രിസഭാ യോഗം ചേർന്നാണ് ഇതിന്റെ വിശദാംശങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമായി ഉണ്ടാവുക. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ ഉൾപ്പെടുന്നതാണ്. തുടർന്നുള്ള മന്ത്രിസഭാ യോഗങ്ങൾ ഇതിന്റെ വിശദാംശങ്ങൾ, മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്ത് അറിയിക്കുമെന്നാണ്. അത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ, ഇന്ന് VD സതീശൻ സർക്കാരിന്റെ 3ാമത്തെ മന്ത്രിസഭാ യോഗമാണ്. അതിൽ ഏറ്റവും പ്രധാന വിഷയമായി മാനിഫെസ്റ്റോയിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിരുന്ന സ്ത്രീകളുടെ സൗജന്യ യാത്ര അത് ചർച്ച ചെയ്യുകയും ഇന്ന് അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കാണുന്നു. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കും. അതിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇതിൽ സ്ത്രീകൾക്ക് ഒരു പ്രായപരിധി ഉണ്ടാകുമോ അതോ എല്ലാ റൂട്ടുകളിലും ഉണ്ടാകുമോ എന്നാണ്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ഒരു സൂചന നൽകിയത് ദീർഘദൂര ബസ്സുകൾ മാത്രമായിരിക്കുകയില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ സാധാരണ ഓർഡിനറി ബസ്സുകളിലൊക്കെ തന്നെയും സ്ത്രീകളുടെ സൗജന്യ യാത്ര അത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം തന്നെയാകും മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുക. മറ്റൊരു പ്രധാന വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ഉണ്ടാകുന്നത്, കഴിഞ്ഞ ദിവസം IAS തലത്തിൽ മാറ്റമുണ്ടായിരുന്നു. അഴിച്ചുപണി ഉദ്യോഗസ്ഥരുടെ അഴിച്ചുപണി നടത്തുമ്പോൾ ആഭ്യന്തര വകുപ്പാണ് നടത്തിയത്. പൊതുഭരണ വകുപ്പ്, മുഖ്യമന്ത്രിയുടെ വകുപ്പ് തന്നെയാണ് സ്ഥലം മാറ്റമൊക്കെ നടത്തിയത്. പക്ഷേ അത് വകുപ്പ് മന്ത്രിമാരൊന്നും തന്നെ അറിഞ്ഞില്ല എന്നൊരു ആക്ഷേപം കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് IT വ്യവസായ വകുപ്പ് സെക്രട്ടറി ഡയറക്ടറായി നിയമിച്ചിരിക്കുന്നത് കണ്ണൂർ കളക്ടറായിരിക്കുന്ന അരുൺ K. വിജയനാണ്. ഈ ഒരു സ്ഥലമാറ്റം വ്യവസായ വകുപ്പ് മന്ത്രിയായ PK കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞിരുന്നില്ല. അതിൽ അദ്ദേഹം അതിന്റെ ഒരു പ്രതിഷേധവും വിയോജിപ്പും ഒക്കെ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ കൊല്ലം കളക്ടറെ മാറ്റിയത് മന്ത്രി ഷിബു ബേബി ജോൺ അറിഞ്ഞില്ല എന്ന് അദ്ദേഹവും അതിലൊരു പരിഭവവും പരാതിയും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വകുപ്പ് മന്ത്രി, ഉന്നത ഉദ്യോഗസ്ഥരെ IAS ഉദ്യോഗസ്ഥരെ മാറ്റുമ്പോൾ അതായത് വകുപ്പിലെ മന്ത്രിമാർ ഇതറിയണം. മന്ത്രിസഭയിലോ അല്ല മന്ത്രിമാരോ ഒന്നും അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതൊരു തീരുമാനമെടുത്തു എന്ന രീതിയിലുള്ള പരാതിയാണ് ഉയരുന്നത്. ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ വിയോജിപ്പ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ അറിയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മദ്യനയം, UDF സർക്കാരിന്റെ മദ്യനയത്തിന്റെ പ്രാഥമിക ചർച്ചകൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ മദ്യനയം, ഇടതു സർക്കാരിന്റെ മദ്യനയങ്ങൾ പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന രീതിയിലൊന്നും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ വിമർശനങ്ങൾ UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉയർത്തിയ വിമർശനങ്ങൾ, ബാറുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കുമോ, പ്രവർത്തന സമയം വെട്ടിച്ചുരുക്കുമോ, എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുടെ അനുമതി, ഈ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പുറത്തു നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്, IAS ഉദ്യോഗസ്ഥരുണ്ട്, B. അശോകിനെ പോലെ അല്ലെങ്കിൽ പ്രശാന്തിനെ പോലെയുള്ള ആളുകളൊക്കെ, അവരുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം അത് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇന്നത്തെ ക്യാബിനറ്റിൽ?
തീർച്ചയായും അതൊരു പ്രധാന വിഷയം തന്നെയാണ്. ഒരുപക്ഷെ ഇന്ന് IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിലുണ്ടായ വിയോജിപ്പ്, അസംതൃപ്തിയൊക്കെ തന്നെ മന്ത്രിമാർ ക്യാബിനറ്റിൽ അറിയിക്കുമ്പോൾ സുപ്രധാനമായും രണ്ട് ഏറ്റവും പ്രമുഖ IAS ഉദ്യോഗസ്ഥരാണ് സസ്പെൻഷനിൽ പുറത്തു നിൽക്കുന്നത്. അത് B. അശോകും ഒപ്പം തന്നെ N. പ്രശാന്തുമാണ്. ഇവരെ തിരിച്ചെടുക്കുന്ന കാര്യവും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാം. പക്ഷേ അത് അജണ്ടയിലില്ല എങ്കിൽ പോലും ഈ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവും ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുമ്പോൾ അതിലെ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ IAS സ്ഥലം മാറ്റം പുനഃപരിശോധിക്കുമോ, ആ തീരുമാനം ചിലപ്പോൾ താൽക്കാലത്തേക്ക് മരവിപ്പിക്കുമോ എന്നുവരെയുള്ള ചില സൂചനകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ N. പ്രശാന്തിന്റെയും B. അശോകിന്റെയും സസ്പെൻഷൻ അവസാനിപ്പിച്ച് അവരെ സർവീസിൽ തിരിച്ചെടുക്കുന്ന കാര്യവും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനാ വിഷയമായി തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മായ അൻഫിട്ട്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിലെ പുനരന്വേഷണ റിപ്പോർട്ട് ഇന്നിപ്പോൾ DGPക്ക് കൈമാറാൻ പോവുകയല്ലേ? പ്രതികൾക്ക് സസ്പെൻഷൻ, അതിനൊരു സാധ്യത അത് കാണുന്നുണ്ട് അല്ലേ? തീർച്ചയായും 5 ഉദ്യോഗസ്ഥരാണ് മായ. 5 മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്ന അനിൽകുമാർ, സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു, ഈ 3 അന്നത്തെ ഗൺമാനായിരുന്ന 2 പേര് അനിൽകുമാർ, സന്ദീപും മറ്റു 3 ഉദ്യോഗസ്ഥരെ കൂടി പ്രതി ചേർത്താണ്. ആദ്യം ഈ കേസിൽ 2 പേരായിരുന്നു, പിന്നീട് 3 ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തു. SIT അന്വേഷണ റിപ്പോർട്ട് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടാണ് ഇന്ന് DGPക്ക് കൈമാറുന്നത്. ഇവരുടെ വകുപ്പ് തല അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള SITയുടെ റിപ്പോർട്ടാണ് DGPക്ക് കൈമാറുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഗൺമാന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഈ മർദ്ദനം, പ്രതിഷേധം അവസാനിപ്പിച്ച പ്രവർത്തകർക്ക് നേരെയായിരുന്നു. അവരുടെ തലയ്ക്ക് ഗുരുതരമായി മർദ്ദിച്ചു. അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അത് മാത്രമല്ല, പ്രതിഷേധം അവസാനിപ്പിക്കുന്ന വേളയിലാണ് ഈ മർദ്ദനം ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ ഇവർക്കെതിരെ വകുപ്പ് നടപടി സ്വീകരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഉചിതമായ നടപടി സ്വീകരിക്കും. മാത്രവുമല്ല, കൊലക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ, ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ വകുപ്പുകളൊന്നും ഈ 5 പേർക്ക് ഏത് വകുപ്പുകളാണെന്ന് ഇല്ലാതെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് DGPക്ക് കൈമാറുന്ന റിപ്പോർട്ടിൽ ഒരുപക്ഷെ വകുപ്പുകൾ കൂടി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ഗുരുതരമായ ക്രിമിനൽ കുറ്റം, അതായത് ജാമ്യമില്ലാ വകുപ്പുകൾ, കൊലപാതക ശ്രമത്തിലുള്ള കുറ്റമാണെങ്കിൽ 309 വകുപ്പായിരിക്കും ചുമത്തുക. അപ്പോൾ ഇത്രയേറെ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇവർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകണമെന്നടക്കം ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ടാകും ഇന്ന് DGPക്ക് കൈമാറുക. എന്തായാലും ഈ അനിൽകുമാറും സന്ദീപും മുൻകൂർ ജാമ്യത്തിന് ആലപ്പുഴ കോടതിയെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ മുൻകൂർ ജാമ്യം നാളെയാണ് പരിഗണിക്കുക. ആ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ചും അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ ഒരു വിഷയത്തിൽ പോലും ഗൺമാന്മാരെ മർദ്ദിച്ച വിഷയത്തിൽ 5 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമോ എന്നതും ഇന്ന് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അൻഫിട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്ന് നിർണായകമായ മന്ത്രിസഭാ യോഗമാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായി ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ വിശദാംശങ്ങളും മാനദണ്ഡങ്ങളും എങ്ങനെയായിരിക്കും ക്യാബിനറ്റ് തീരുമാനിക്കുക എന്നത് തന്നെയാണ്. KSRTCയിൽ ജോലിയിലിരിക്കെ മരണപ്പെട്ട ജീവനക്കാരുടെ കുടുംബങ്ങൾ പുതിയ സർക്കാരിൻ്റെ കാലത്തെങ്കിലും ആശ്രിത നിയമനം ലഭിക്കുമെന്ന ഏറെ പ്രതീക്ഷയിലാണ്. 10 വർഷക്കാലമായി നീളുന്ന ആശ്രിത നിയമനത്തിനായുള്ള കാത്തിരിപ്പിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ആശ്രിത കൂട്ടായ്മ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന് സങ്കട ഹർജി സമർപ്പിച്ചു. KSRTCക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനിടെ ജീവൻ പൊലിഞ്ഞവർ അനേകമാണ്. കുടുംബത്തിന്റെ അത്താണിയായിരുന്നവർ മരിക്കുമ്പോൾ ആശ്വാസമാകുന്നത് ആശ്രിത നിയമനമാണ്. എന്നാൽ വർഷങ്ങളായി ജോലിയിലിരിക്കെ മരിച്ച ജീവനക്കാരുടെ ആശ്രിതർക്കുള്ള സ്ഥിര നിയമനം നടക്കാത്തതിൽ കടുത്ത പ്രതിഷേധവും വേദനയുമാണ് കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നത്. 2016 മുതൽ 2026 വരെ KSRTCയിൽ ജോലിയിലിരിക്കെ 439ഓളം ജീവനക്കാരാണ് മരണപ്പെട്ടതെന്ന് ആശ്രിത കൂട്ടായ്മ ചൂണ്ടിക്കാട്ടി. എന്നാൽ അവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട ആശ്രിത നിയമനം ഇന്നും പലർക്കും സ്വപ്നമായി തന്നെ തുടരുന്നു. KSRTCയിലെ ആശ്രിത നിയമനം നിലച്ചിട്ട് 10 വർഷങ്ങളോളം കഴിഞ്ഞു. 2016 മുതൽ 2025 വരെയായിട്ടും ഒരു ആശ്രിതരെ പോലും ഇന്നുവരെ സ്ഥിര നിയമനമോ ഇതുവരെയായിട്ടുള്ള അതിൻ്റെ പ്രോസസ്സോ നടന്നിട്ടില്ല. KSRTCയിൽ നിലവിൽ ആശ്രിത നിയമനം കാത്തിരിക്കുന്നവർ 439ഓളം കുടുംബങ്ങളാണ് ആശ്രിത നിയമനം കാത്തിരിക്കുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും
ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഞങ്ങൾ ഓരോ തവണയും ഓഫീസിലും അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും എല്ലാം ഞങ്ങൾ അവതരിപ്പിച്ചെങ്കിലും ഇതുവരെയായിട്ടും ഞങ്ങൾക്കൊരു ശുഭപ്രതീക്ഷ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഏക പ്രതീക്ഷ പുതിയ സർക്കാരിലും മുഖ്യമന്ത്രിയും CP ജോൺ സാറ് ഞങ്ങളൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും സ്ഥിര ജോലി ലഭിക്കാതെ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യേണ്ട അവസ്ഥയാണെന്നും ആശ്രിത കൂട്ടായ്മ ആരോപിക്കുന്നു. പുതിയ സർക്കാരിൽ ഇവർക്കുള്ളത് വലിയ പ്രതീക്ഷയാണ്. ജീവിതം മുഴുവൻ KSRTCക്ക് വേണ്ടി സേവനം ചെയ്ത ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി MM രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണല്ലോ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്നിപ്പോൾ യെല്ലോ അലർട്ടുള്ള ജില്ലകൾ അത് ഏതൊക്കെയാണ്? മലബാറിലെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? കോഴിക്കോട് ഭാഗത്തൊക്കെ രാഗേഷ് അവിടെയാണല്ലോ ഉള്ളത് ഇപ്പോൾ, അതുകൊണ്ടാണ് മൊത്തം സംസ്ഥാനത്തെ ഒരു ചിത്രം തരണം. ഒപ്പം ഇപ്പോൾ രാഗേഷ് നിൽക്കുന്ന കോഴിക്കോട്ടെ ഒരു അവസ്ഥ എന്താണ്, അത് പറയൂ ആദ്യം. മായ, കോഴിക്കോട് ഇപ്പോൾ നഗരത്തിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെങ്കിലും ഇതുവരെ മഴ പെയ്തിട്ടില്ല. പക്ഷേ കിഴക്കൻ മലയോര മേഖലകളിൽ ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടരുന്നുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇന്നും ശക്തമായ മഴ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ 9 ജില്ലയിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് മഴയ്ക്കുള്ള സാധ്യത പറയുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. മറ്റ് എല്ലാ ജില്ലകളിലും തന്നെ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. വ്യാഴാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മോശം കാലാവസ്ഥയ്ക്കും മണിക്കൂറിൽ ഇതുപോലെ തന്നെ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. മീൻപിടുത്തം ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ 26-ാം തീയതിയോടുകൂടി ഏകദേശം കാലവർഷം എത്തുമെന്നുള്ളതാണ് നിലവിലെ കണക്കുകൂട്ടൽ. ശക്തമായ കാറ്റിനും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള അല്ലെങ്കിൽ മൺസൂൺ എത്തുന്നതോടുകൂടെയുള്ള മുൻകരുതൽ നടപടികൾ റവന്യൂ അധികൃതർ ഉൾപ്പെടെ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശവും എല്ലാ ജില്ലാ ഭരണകൂടങ്ങളും നൽകിയിട്ടുണ്ട്. മായ. ശരി, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മറ്റു വാർത്തയിലേക്ക്. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് ഉത്തരക്കടലാസിന്റെ പകർപ്പിന് അപേക്ഷ നൽകാൻ ഇന്ന് രാത്രി വരെ സമയം. വെബ്സൈറ്റിലെ സാങ്കേതിക തകരാർ തുടരുന്നതിനാൽ അപേക്ഷാ തീയതി നീട്ടണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ CBSE വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. സാങ്കേതിക പിഴവ്, വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടിരുന്നു. വെബ്സൈറ്റിലെ തകരാറ് കാരണം ഈടാക്കിയ അധിക ഫീസ് തിരിച്ചു നൽകുമെന്നും സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കുമെന്നും CBSE അറിയിച്ചു. മറ്റൊന്ന് നീറ്റ് പരീക്ഷയാണ്. ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ട് പുതിയ മേൽനോട്ട സമിതി രൂപീകരിക്കണമെന്നാണ് ഹർജികളിലെ പ്രധാന ആവശ്യം. നിലവിലെ ക്രമക്കേടുകളിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം നടത്തണമെന്നും ഡോക്ടർമാരുടെ സംഘടന സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21 നടക്കാനിരിക്കെ വിഷയത്തിൽ കോടതിയുടെ തീരുമാനം ഏറെ നിർണായകമാണ്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കമാവും. ഇന്ത്യയിൽ നിന്ന് ഇത്തവണ 1,75,000-ഓളം തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കാനായി രജിസ്റ്റർ ചെയ്തത്. തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ വിവിധ സർക്കാർ മേഖലകളിൽ നിന്നുള്ള ഔദ്യോഗിക വോളണ്ടിയർ സംഘം സജീവമായുണ്ട്. കൂടാതെ ഇത്തവണ പ്രത്യേകിച്ച് പുരുഷ തുണയില്ലാതെ ഹജ്ജിനെത്തിയ 5300 വനിതാ തീർത്ഥാടകർക്കായി നാട്ടിൽ നിന്നെത്തിയ വനിതാ വോളണ്ടിയർമാരുടെ പ്രത്യേക സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. മക്കയിലെത്തിയ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, കോൺസുൽ ജനറൽ
ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എന്നിവർ മക്കയിലെ ഹജ്ജ് ക്യാമ്പുകളും ക്ലിനിക്കുകളും സന്ദർശിച്ച് ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും കർണാടക ഹജ്ജ് മന്ത്രി റഹീം ഖാനുമായി കൂടിക്കാഴ്ച നടത്തി മുന്നൊരുക്കങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. പത്തനംതിട്ട ജനറൽ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് വെളിപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉദ്ഘാടനത്തിനായി ഉന്നതങ്ങളിൽ നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായതായി HMC യോഗത്തിൽ കിറ്റ്കോ എഞ്ചിനീയറുടെ തുറന്നുപറച്ചിൽ ഉണ്ടായി. ഇതേ തുടർന്ന് ആശുപത്രിയിലെ ഇതുവരെയുള്ള എല്ലാ നിർമ്മാണ പ്രവൃത്തികളും അടിയന്തരമായി പരിശോധിക്കാൻ ആറന്മുള MLA അബിൻ വർക്കി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ഹാജരാക്കാനും കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നിർമ്മാണം പൂർത്തിയാകാത്ത കെട്ടിടം ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോഴേ വിവാദങ്ങൾ ഉയർന്നതായിരുന്നു. ഈ നിർമ്മാണത്തിൽ യാതൊരുവിധ ഗുണനിലവാരവും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ച കിറ്റ്കോ എഞ്ചിനീയർ തന്നെ ഇപ്പോൾ HMC യോഗത്തിൽ തുറന്നു പറഞ്ഞത്. കെട്ടിടത്തിന്റെ ഭിത്തി കെട്ടിയതിന് തൊട്ടു പിന്നാലെ സിമന്റ് കൃത്യമായി ഉണങ്ങാൻ പോലും അനുവദിക്കാതെ പൂശൽ ജോലികൾ നടത്തിയതിനെതിരെ അന്ന് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു. രാഷ്ട്രീയ ലാഭത്തിനായി ഉന്നതങ്ങളിൽ നിന്നുണ്ടായ കടുത്ത സമ്മർദ്ദമാണ് ഈ നിർമ്മാണ വീഴ്ചയ്ക്ക് പിന്നിലെന്നാണ് എഞ്ചിനീയറുടെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്. വളരെ വേഗം നടത്തിയത് കൊണ്ട് തന്നെ അതിൻ്റെ നിലവാരം പരിശോധിക്കാനോ അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാനോ കഴിഞ്ഞില്ല. ഉദ്ഘാടന മാമാങ്കം നടത്താനുള്ള തിരക്കിനിടയ്ക്ക് 50% പണി പൂർത്തീകരിച്ച കെട്ടിടം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനാണ് മിനിസ്റ്റർ നോക്കിയത്. ഈ റിപ്പോർട്ടാണ് HMC കമ്മിറ്റിയിൽ എഞ്ചിനീയർ നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. സംഭവം പുറത്തു വന്നതോടെ ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് അധികൃതർ. ആശുപത്രിയിൽ ഇതുവരെ നടന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സമഗ്രമായി പരിശോധിക്കാൻ ആറന്മുള MLA അബിൻ വർക്കി നിർദ്ദേശം നൽകി കഴിഞ്ഞു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും അടിയന്തരമായി ഹാജരാക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പദ്ധതിയുടെ എല്ലാ കണക്കുകളും വരും ദിവസങ്ങളിൽ വിശദമായ ഓഡിറ്റിംഗിന് വിധേയമാക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. പാൽവില കൂട്ടാനുള്ള തീരുമാനം കർഷകർക്ക് താൽക്കാലിക ആശ്വാസമാണെങ്കിലും വില വർധന അപര്യാപ്തമാണെന്ന് ക്ഷീര കർഷകർ പറയുന്നു. കാലിത്തീറ്റയുടെയും വൈക്കോലിന്റെയും വില കുത്തനെ ഉയരുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയാവുന്നത്. 3 വർഷത്തിനു ശേഷമാണ് പാൽവില കൂട്ടാൻ മിൽമ തീരുമാനിച്ചത്. ഉൽപാദന ചെലവ് ക്രമാതീതമായി കൂടിയതിനാൽ കർഷകർ ഏറെ പ്രതിസന്ധിയിലാണ്. ലിറ്ററിന് 4 രൂപയാണ് മിൽമ കൂട്ടിയത്. ജൂൺ 1 മുതൽ വിലവർധന പ്രാബല്യത്തിൽ വരും. പൊതുവിപണിയിൽ ലിറ്ററിന് 56 രൂപയ്ക്ക് ലഭിച്ചിരുന്ന പാലിന് ഇനി 60 രൂപ നൽകണം. ഇതിൽ 3 രൂപ 35 പൈസ കർഷകന് അധികമായി ലഭിക്കും. 10 പൈസ മിൽമയ്ക്കും ബാക്കി ക്ഷീരസംഘത്തിനുമാണ്. പാൽവില കൂടുന്നതിനനുസരിച്ച് കമ്പനികൾ കാലിത്തീറ്റയുടെ വിലയും വർദ്ധിപ്പിക്കും. ലിറ്ററിന് 60 രൂപയെങ്കിലും തങ്ങൾക്ക് ലഭിച്ചാലേ പശു വളർത്തൽ ലാഭകരമാകൂ എന്ന് കർഷകർ പറയുന്നു. പാലിന് വില കൂട്ടുന്നതോടൊപ്പം ഈ കാലിത്തീറ്റ കമ്പനിക്കാർ അതിൻ്റെ വില കൂട്ടുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുന്നത് മുൻകാലങ്ങളിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടറിയണം. പിന്നെ ഇപ്പോൾ ഈ പെട്രോൾ ഡീസൽ വില വർധന ഉണ്ടല്ലോ, അപ്പോൾ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വില ഈ സ്വാഭാവികമായിട്ടും ഇത് കൂടാതെ കൂടുമ്പോൾ നമുക്ക് അതിൻ്റെ പാൽവില കൂട്ടിയെന്ന് പറഞ്ഞാലും ക്ഷീരകർഷകർക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നില്ല. കാർഷിക ജില്ലയായ ഇടുക്കിയിൽ കൃഷിയോടൊപ്പമാണ് പല കർഷകരും അധിക വരുമാനമെന്ന നിലയിൽ കന്നുകാലി വളർത്തൽ നടത്തുന്നത്. പുലർച്ചെ മുതൽ രാത്രി വൈകുവോളമുള്ള അധ്വാനത്തിലൂടെയാണ് ക്ഷീരകർഷകരുടെ ഒരു ദിവസം കടന്നുപോകുന്നത്. എന്നാൽ ഇത്തരത്തിൽ കഠിനാധ്വാനം നടത്തിയിട്ടും ക്ഷീരമേഖലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് പശുപരിപാലനവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് കർഷകരുടെ അഭിപ്രായം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇറാനുമായി തിരക്കിട്ട് ഒരു കരാറിലെത്താൻ താല്പര്യമില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. സമാധാന ചർച്ചകളിൽ ഇരുപക്ഷവും സമയമെടുത്ത് കൃത്യമായ പിഴവുകൾ ഇല്ലാത്ത ഒരു കരാറിലെത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നും ട്രംപ് പറയുന്നു. മധ്യസ്ഥർക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനുമായുള്ള കരാർ ഔദ്യോഗികമായി പൂർത്തിയാക്കി ഒപ്പുവെക്കുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ് പറയുന്നു. ചില വിഷയങ്ങളിൽ ഇപ്പോഴും ഭിന്നത തുടരുന്നുവെന്നാണ് ഇറാൻ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. മുഖ്യ തർക്കവിഷയമായ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം സംബന്ധിച്ച് 2 മാസത്തിനകം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന ധാരണയായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതുവരെയുള്ള ചർച്ചകളുടെ പുരോഗതിയെ സ്വാഗതം ചെയ്ത യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ദൈനംദിന പ്രവർത്തികൾ ചെയ്യുന്നതിനുള്ള ഉന്മേഷം നഷ്ടമാകുന്നു. മനസ്സ് കാരണമൊന്നുമില്ലാതെ വിഷാദമുഖമാകുന്നു. ഒരുപക്ഷെ നിങ്ങൾ മാനസികമായി അനുഭവിക്കുന്ന ഒരു ഡിപ്രഷന് കാരണം തൈറോയ്ഡ്
ഹോർമോൺ സംബന്ധമായ തകരാറാവാം. ക്ഷീണം മുതൽ മുടികൊഴിച്ചിൽ വരെ വിവിധ ലക്ഷണങ്ങൾ തൈറോയ്ഡ് പ്രശ്നങ്ങളുടെ സൂചനയാണ്. ഇന്ന് ലോക തൈറോയ്ഡ് ദിനത്തിൽ പ്രധാന തൈറോയ്ഡ് രോഗങ്ങളുടെ ലക്ഷണങ്ങളെയും ചികിത്സയെയും കുറിച്ച് അമൃത ആശുപത്രിയിലെ എൻഡോക്രൈനോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹരീഷ് കുമാർ സംസാരിക്കുന്നു. ഈ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥിയാണ്, ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്രന്ഥിയാണ് കഴുത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം കൂടുകയോ കുറയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഉണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും സാധാരണമായിട്ട് കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസം, അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകുക എന്നുള്ളത്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ പലതും ഉണ്ട്. അതിലേറ്റവും സാധാരണ നമ്മൾ വണ്ണം കൂടും, പിന്നെ ഹാർട്ടിൻ്റെ റേറ്റ് കുറയും, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും, സ്കിന്നൊക്കെ വളരെ ഡ്രൈ ആവും, മുടി പൊഴിച്ചിലുണ്ടാവാം, സ്ത്രീകൾക്ക് പീരിയഡ്സിന് പ്രശ്നം ഉണ്ടാവാം, ചിലർക്ക് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവും, ചിലർക്ക് പീരിയഡ്സ് വിട്ടുപോകും. അങ്ങനെ പല തരത്തിലും അത് ശരീരത്തിനെ ബാധിക്കും. മാനസികമായിട്ടും നമ്മൾ വളരെ ഡള്ളായി പോവും, എന്നിട്ട് ഒരു ഡിപ്രഷനിലേക്കും പലരും പോവും തൈറോയിഡിൻ്റെ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തൈറോയിഡിൻ്റെ ലെവൽ കൂടുമ്പോൾ. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ചിലപ്പോൾ നെഞ്ചിടിപ്പുണ്ടാവും, വണ്ണം കുറയും, മെലിഞ്ഞു പോവും ശരീരം, നല്ല വിശപ്പുണ്ടാവും, പക്ഷേ ശരീരം മെലിഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ചിലപ്പോൾ വയറിളക്കം ഉണ്ടാവും. ആ രീതിയിൽ പല സിംറ്റംസും ഹൈപ്പർ തൈറോയിഡിസം കാണിക്കാം. ഈ തരം ലക്ഷണങ്ങൾ വല്ലതും ഉണ്ട്, നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്ന കാര്യം പോയി ഡോക്ടറിനെ കാണുക, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് സാധാരണമായ എല്ലാ ലബോറട്ടറിയിലും കാണും. അതിൽ വല്ല വ്യത്യാസം കാണുകയാണെങ്കിൽ ഡോക്ടറിനെ കാണുക. കാരണം ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് പരിഹാരം കാണാൻ ഉള്ള അസുഖങ്ങളാണ്. അതുകൊണ്ട് ഇത് വെച്ചുകൊണ്ടിരിക്കാതെ വേണ്ട ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന അസുഖമേ ഉള്ളൂ. അപ്പോൾ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കോമൺ ആണ്, പക്ഷേ പെട്ടെന്ന് പരിഹരിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറ്റ് വാർത്തകളിലേക്ക്. ഇടുക്കിയിലെ മലയോര മേഖലകളിൽ ഇതര സംസ്ഥാന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയാണ്. മലയോര റോഡുകൾക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത മിനി ബസ്സുകളാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും. രൂപമാറ്റം വരുത്തി അധിക സീറ്റുകൾ ഘടിപ്പിച്ചെത്തുന്ന ഇത്തരം വാഹനങ്ങൾക്ക് ഹൈറേഞ്ചിൽ സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അവധി ആഘോഷങ്ങൾക്കായി ഇടുക്കിയുടെ മലയോരത്തേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം അപകടങ്ങളും ഇവിടെ പതിവ് കാഴ്ചയാണ്. തമിഴ്നാട്ടിൽ നിന്നും മറ്റുമെത്തുന്ന മിനി ബസ്സുകളാണ് ഇതിൽ ഭൂരിഭാഗവും. അപകടങ്ങളിൽ ഇതിനോടകം നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ ദിവസം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരിയ കനാലിന് സമീപം തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച മിനി ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് 2 പേർ മരിച്ചു. നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തി കൂടുതൽ സീറ്റുകൾ കുത്തിനിറച്ചാണ് പല മിനി ബസ്സുകളും സർവീസ് നടത്തുന്നത്. ഹൈറേഞ്ചിലെ റോഡുകളെക്കുറിച്ചുള്ള പരിചയക്കുറവും അമിത വേഗതയും കൂടിയാകുമ്പോൾ ദുരന്തത്തിന്റെ ആഴം കൂടുന്നു. ഇനി വരുന്ന മാസങ്ങളിൽ മഴയാണ്, മഞ്ഞുണ്ടാകുന്ന സമയമാണ്. ഇവിടുത്തെ ചെറിയ സൈൻ ബോർഡുകളൊന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർ ശ്രദ്ധിക്കണമെന്നില്ല. വലിയ ഡിജിറ്റൽ സൈൻ ബോർഡുകൾ ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ട് അവർ വലിയ സൈൻ ബോർഡുകൾ മേളിലുള്ള 2 വളവുകളിൽ സ്ഥാപിച്ചാൽ മാത്രമാണ് ഇനിയുള്ള അപകടങ്ങളിൽ തടയാൻ സാധിക്കുകയുള്ളൂ. അപകട വളവുകളിൽ കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകളും യാത്രക്കാർക്ക് ദൂരക്കാഴ്ച നൽകുന്ന വലിയ സൈൻ ബോർഡുകളും സ്ഥാപിക്കുക. മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങളിൽ രാത്രിയിലും പകലും ഒരുപോലെ തെളിയുന്ന ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ഇനിയൊരു ജീവൻ കൂടി ഈ മലയോര പാതയിൽ പൊലിയാതിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. കൊല്ലം ചാത്തന്നൂരിൽ BJP പ്രവർത്തകനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. വരിഞ്ഞം സുന്ദരമുക്ക് സ്വദേശി രാജീവനാണ് കുത്തേറ്റത്. വരിഞ്ഞം സ്വദേശി മൊട്ട വിഷ്ണുവാണ് ആക്രമിച്ചതെന്ന് BJP പറയുന്നു. ഡിവൈഎഫ്ഐക്കാരനായ വിഷ്ണുവിന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് BJPയുടെ ആരോപണം. പരിക്കേറ്റ രാജീവ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോട്ടയത്തെ ആദ്യകാല തിയേറ്ററുകളിൽ ഒന്നായിരുന്ന രാജ്മഹൽ ഓർമ്മകളുടെ തിരശ്ശീലയിൽ മറഞ്ഞു. പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് തിയേറ്റർ അടച്ചുപൂട്ടിയത്. തിയേറ്റർ ഇരുന്ന സ്ഥലം സ്വകാര്യ ആശുപത്രി ഗ്രൂപ്പ് വിലയ്ക്ക് വാങ്ങി. രാജ്മഹൽ തിയേറ്റർ ഇല്ലാതാകുമ്പോൾ തലമുറകളെ സിനിമയോട് അടുപ്പിച്ച സങ്കേതമാണ് അന്യമാവുന്നത്.
ഒരു കാലത്ത് കോട്ടയത്തെ ചലച്ചിത്ര പ്രേമികളുടെ ഇഷ്ടകേന്ദ്രമായിരുന്നു രാജ്മഹൽ തിയേറ്റർ. തിരുനക്കര തെക്കേനട മേച്ചേരി മഠത്തിലെ മഹാദേവ അയ്യർ ഭാര്യ രാജ്യത്തിൻ്റെ പേരിൽ പണികഴിപ്പിച്ചതായിരുന്നു ഈ സിനിമ തിയേറ്റർ. 1947 ഇവിടെ സിനിമാ പ്രദർശനം തുടങ്ങുന്നത്. ആദ്യകാലത്ത് തമിഴ് സിനിമകൾ മാത്രമായിരുന്നു പ്രദർശനം. പിന്നീട് മറ്റു ഭാഷാചിത്രങ്ങളും പ്രദർശിപ്പിച്ചു തുടങ്ങി. 83 കാലഘട്ടത്തിൽ കോട്ടയത്തെ ആശ അനുപമ തിയേറ്ററുകളുടെ ഉടമസ്ഥരായ സെൻട്രൽ പിക്ചേഴ്സ് തിയേറ്റർ പണിതവരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി അക്കാലത്തെ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കി തിയേറ്റർ നവീകരിച്ചു. അനശ്വര എന്ന പേരിലാക്കി മാറ്റി. DTS ശബ്ദ സംവിധാനങ്ങളും ഇൻറ്റീരിയറുകളും ചെയ്ത് തിയേറ്റർ നവീകരിച്ചു പോന്നിരുന്നു. ഒരു കാലത്ത് സിനിമ തുടങ്ങുന്നതിന് മുൻപ് ഉച്ചഭാഷിണിയിലൂടെ വയ്ക്കുന്ന പാട്ടുകൾ കേൾക്കാൻ വരെ ആളുകൾ തിയേറ്ററിന് മുന്നിൽ തടിച്ചുകൂടുമായിരുന്നു. രാജമഹലിലെ വരുന്ന മലയാള സിനിമകളും തമിഴ് സിനിമകളും ആ കാലഘട്ടത്തിൽ ഞങ്ങളെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഫലമായിരുന്നു. സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ എത്തിച്ചേരുക എന്ന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും കാലഘട്ടത്തിൽ ഞാൻ അതിന് മുന്നോട്ട് വരികയും ആ സിനിമകൾ കാണുകയും ചെയ്ത് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു. വർഷങ്ങളായി കോട്ടയം ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി അനശ്വര എന്നറിയപ്പെടുന്ന രാജ്മഹൽ തിയേറ്ററായിരുന്നു. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ അതിജീവിക്കാനാവാതെ തിയേറ്റർ നഷ്ടത്തിലായപ്പോൾ സമീപത്തെ സ്വകാര്യ ആശുപത്രി ഗ്രൂപ്പ് തിയേറ്റർ ഇരുന്ന സ്ഥലം വില കൊടുത്തു വാങ്ങി. തിയേറ്റർ പൊളിച്ച് ആശുപത്രിയുടെ പ്രവേശന കവാടം ഇതുവഴി ഒരുക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. തിയേറ്റർ അടച്ചുപൂട്ടിയതോടെ കോട്ടയത്തിൻ്റെ സിനിമാ ചരിത്രത്തിലെ ഒരു അധ്യായമാണ് അവസാനിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. എടപ്പാൾ കുറ്റിപ്പാല മാതാ അമൃതാനന്ദമയി മഠത്തിൽ ശനിദോഷ നിവാരണ ഹോമം നടന്നു. ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ഹോമത്തിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. താനൂർ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണിയെ വിലയിരുത്തുകയാണ്. ദിലീപ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും പ്രതീക്ഷിക്കണം. 4 വ്യാപാര ദിനങ്ങളെ ഈ ആഴ്ചയുള്ളൂ. മാത്രമല്ല ഈ ഒരു മാസത്തെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ആഴ്ചയായതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വാധീനവും വിപണിയിലുണ്ടാവും. ആഗോള ഘടകങ്ങളും പ്രധാനം തന്നെയാണ്. US ഇറാൻ വ്യാപാര കരാർ ഉടനെ നിലവിൽ വന്നേക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രസ്താവിച്ചത് ആഗോള വിപണികൾക്ക് പ്രോത്സാഹനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കരാറിൻ്റെ പുരോഗതിയും വിപണിയിൽ ഒരു സ്വാധീനം ചെലുത്തും. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വിപണിയെ സ്വാധീനിച്ചേക്കും. കഴിഞ്ഞ ആഴ്ച നേരിയ തോതിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവ് സംഭവിച്ചിരുന്നു. അത് തുടരുകയാണെങ്കിൽ അത് വിപണിക്ക് അനുകൂലമാവുകയും ചെയ്യും. രൂപയുടെ മൂല്യത്തിലുള്ള മാറ്റവും വിപണിയെ സ്വാധീനിച്ചേക്കും. കഴിഞ്ഞ ആഴ്ച രൂപയുടെ മൂല്യത്തിൽ നേരിയ മെച്ചപ്പെടൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മെച്ചപ്പെടുകയാണെങ്കിൽ അതും നമ്മുടെ വിപണിയെ സ്വാധീനിച്ചേക്കും. ആഭ്യന്തര ഘടകങ്ങൾ വിപണിയെ സ്വാധീനിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. മികച്ച പ്രവർത്തന ഫലങ്ങളായിരുന്നു പല കമ്പനികളുടെയും. എങ്കിൽ കൂടിയും അത് കാര്യമായ വിപണിയിൽ സ്വാധീനിച്ചിട്ടുമില്ല. കാരണം ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരമല്ല എന്നുള്ളത് തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പനയിലായിരുന്നിട്ട് കൂടി ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള അനുകൂലമായിട്ടുള്ള നിലപാട് പല ദിവസങ്ങളിലും ആ വിപണിയുടെ വീഴ്ചയെ പ്രതിരോധിക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാം. ഈ ഘടകങ്ങളെല്ലാം അനുകൂലമാകുന്നതുവരെ വിപണി ഒരു നേരിയ നിലവാരത്തിൽ നീങ്ങാൻ തന്നെയാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ 23,500, 24,000 എന്ന നിലവാരത്തിലായിരിക്കും വിപണി നീങ്ങുക. 24,000 എന്ന നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ 24,500 എന്ന നിലവാരം വരെ നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ ദിവസം US വിപണികളിൽ നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ പലതിലും നേട്ടത്തിൽ വ്യാപാരം തുടരുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. നിറങ്ങൾ കൊണ്ട് വിസ്മയം തീർത്ത് 22 വിദ്യാർത്ഥികൾ. കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ചിത്രങ്ങളാണ് ഏറെ ശ്രദ്ധേയമാവുന്നത്. നിരവധി പേരാണ് ചിത്രങ്ങൾ ആസ്വദിക്കാനും വാങ്ങാനുമായി എത്തുന്നത്. കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ 22 വിദ്യാർത്ഥികൾ വരച്ച 80ഓളം ചിത്രങ്ങളാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്.
കഥകളിലൂടെ മനസ്സ് കീഴടക്കിയ രാജകുമാരിയും സൂഫി നൃത്തം ചെയ്യുന്ന യുവാവും തെയ്യവും തീക്ഷ്ണതയാർന്ന കണ്ണുകളുള്ള സന്യാസിയുമെല്ലാം പ്രദർശനത്തിലെ പ്രധാന ആകർഷണമാണ്. പ്രൊജക്ടിന്റെ ഭാഗമായി വരച്ച ചിത്രങ്ങളാണ് കലൈഡോ എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിൽ ഉള്ളത്. ഞങ്ങൾ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ പ്രൊജക്ടിൻ്റെ വർക്കായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ നടത്തുന്നത്. 22ഓളം ആർട്ടിസ്റ്റുമാരാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്, എക്സിബിഷൻ നടത്തുന്നത്. അപ്പം ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് നടത്തുന്നതിൽ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം തുടർന്ന് ഇതുവരെയുള്ള ആർട്ട് വർക്ക് ചെയ്യാനും അങ്ങനത്തെ പരിപാടികൾ മുന്നോട്ട് പോകാനുമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇത് തുടക്കമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഇത്തരം ചിത്രപ്രദർശനങ്ങൾ വലിയ പ്രചോദനമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം കൂടി. പോങ്ങൻചുവട് ഉന്നതിയിലെ പുഷ്പാകരൻ വെള്ളക്കനാണ് മരിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയതായിരുന്നു പുഷ്പാകരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. കൊല്ലം അഞ്ചലിൽ സിവിൽ പോലീസ് ഓഫീസറുടെ ബൈക്ക് കത്തിച്ചു. ആറന്മുള സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ ബൈക്കാണ് കത്തിച്ചത്. ബൈക്ക് കത്തിച്ചവരുടെ ഭീഷണി കത്തും വീടിന് സമീപത്ത് നിന്ന് ലഭിച്ചു. വീടിന്റെ ഭിത്തിയിൽ കരിയോയിലും ഒഴിച്ചു. പുനലൂർ ASP സ്ഥലത്ത് പരിശോധന നടത്തി. ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്നാണ് സൂചന. 3 വർഷങ്ങൾക്ക് മുമ്പ് പുനലൂരിൽ നടന്ന ലാത്തിച്ചാർജിന്റെ പേരിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഭീഷണിക്കത്തിൽ പറയുന്നത്. ഇടുക്കി ദേവികുളം താലൂക്കിൽ പട്ടയം നൽകി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഭൂമി ലഭിക്കാതെ 170 കുടുംബങ്ങളുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലും കൂരകളിലുമാണ് പട്ടയം ലഭിച്ച ഈ തോട്ടം തൊഴിലാളികളുടെ താമസം. കച്ചേരി സെറ്റിൽമെന്റ് എന്ന പേരിൽ റവന്യൂ വകുപ്പ് പതിച്ചു നൽകിയ ഈ ഭൂമിയിൽ കൂടുതൽ ഭാഗവും ചതുപ്പ് നിലം കൂടിയാണ്. തലമുറകളായി തോട്ടം മേഖലയിൽ പണിയെടുത്ത നിർധനരായവർക്ക് സർക്കാർ നൽകിയ പട്ടയമാണിത്. പട്ടയം ലഭിച്ചെങ്കിലും ഇവർക്ക് ഭൂമിയില്ല. 2009 ദേവികുളം കച്ചേരി സെറ്റിൽമെന്റ് എന്ന പേരിൽ LDF സർക്കാർ 170 കുടുംബങ്ങൾക്ക് 4 സെന്റ് വീതം പട്ടയമാണ് നൽകിയത്. ദേവികുളം റവന്യൂ ഓഫീസിന് പിന്നിലുള്ള 8.6 ഏക്കർ ഭൂമി. ഇതാകട്ടെ കൂടുതലും ചതുപ്പ് നിലം. ഞങ്ങൾക്ക് പട്ടയം 2009 കിട്ടിയതാണ്. പക്ഷെ സ്ഥലം ഇതുവരെയായിട്ട് കാണിച്ചു തന്നിട്ടില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഞാനും അമ്മയും അനിയത്തിയുള്ള കുടുംബമാണ്. അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മയ്ക്ക് കൂലിപ്പണിയാണ്. ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരിക്കും. മഴ വന്നു കഴിഞ്ഞാൽ ചോരുകയും ചെയ്യും. റവന്യൂ അധികൃതർ അശാസ്ത്രീയമായി സർവേ നടത്തി പ്ലോട്ട് തിരിച്ചു. വാസയോഗ്യമായ ഇടങ്ങളിലൊക്കെ കയ്യേറ്റക്കാർ താമസവുമാക്കി. ഈ KDH വില്ലേജ് 20/1 സർവേ നമ്പറിൽ പല സ്ഥലങ്ങളിലും ഭൂമാഫിയകൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ ഭൂമി പിടിച്ച് കച്ചവടം നടത്തുന്നൊരു പതിവ് തുടങ്ങിയിരിക്കുകയാണ്. ഇതിനെതിരെ ഉദ്യോഗസ്ഥർ ശക്തമായ നടപടിയെടുക്കണം. ചോർന്നൊലിക്കുന്ന എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ലയങ്ങളിലും ക്വാർട്ടേഴ്സുകളിലുമാണ് ഇപ്പോഴും പട്ടയം ലഭിച്ച ഈ നിർധന കുടുംബങ്ങളുടെ താമസം. അമൃത ന്യൂസ്, ഇടുക്കി. ഓൺലൈൻ തട്ടിപ്പ് മാഫിയകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി റാസൽ ഖൈമ പോലീസ്. നിങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷ നിങ്ങളുടെ ജാഗ്രതയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന തലക്കെട്ടിലാണ് ബോധവൽക്കരണ ക്യാമ്പയിനിൽ നിന്ന് പോലീസ് തുടക്കമിട്ടിരിക്കുന്നത്. അപരിചിതരിൽ നിന്നുള്ള സന്ദേശങ്ങളോ വീഡിയോ കോളുകളോ അവഗണിക്കുക. വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും പങ്കുവയ്ക്കാതിരിക്കുക. പാസ്വേഡുകളും സുരക്ഷാ കോഡുകളും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക. സംശയകരമായ സന്ദേശങ്ങൾ അവഗണിക്കുക. ലിങ്കുകൾ തുറക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം പരിശോധിക്കുക. പണം ആവശ്യപ്പെടുന്ന സന്ദേശങ്ങളുടെ സത്യാവസ്ഥ ഉറപ്പാക്കുക എന്നിവയാണ് പോലീസ് നൽകുന്ന പ്രധാന നിർദ്ദേശങ്ങൾ. സംശയകരമായ സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കുവൈറ്റിൽ വിതരണം ചെയ്യുന്ന മാംസത്തിന്റെ സുരക്ഷിതത്വവും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിനായി കശാപ്പുശാലകളിൽ പരിശോധന ശക്തമാക്കി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. അറവുശാലകളിൽ മൃഗങ്ങളെ എത്തിക്കുന്നത് മുതൽ അവ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തുന്നതുവരെയുള്ള ഓരോ ഘട്ടത്തിലും കർശനമായ മാനദണ്ഡങ്ങളാണ് അതോറിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. ഇസ്ലാമിക നിയമപ്രകാരമാണ് അറവ് നടത്തുന്നത് എന്ന് അധികൃതർ ഉറപ്പുവരുത്തും. ഇതിനുശേഷം മാംസം പൂർണ്ണമായും ആരോഗ്യകരമാണെന്നും ഉയർന്ന ഗുണനിലവാരം പുലർത്തുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ വിദഗ്ധരായ വെറ്ററിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സമഗ്രമായ പരിശോധനകൾ നടത്തും. IPL മുംബൈ ഇന്ത്യൻസിന് എതിരെ രാജസ്ഥാൻ റോയൽസിന് ജയത്തോടെ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ കടന്നു. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ രാജസ്ഥാൻ ഉയർത്തിയ 206 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈയുടെ ഇന്നിംഗ്സ് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ
175 റൺസിൽ അവസാനിച്ചു. 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ ജോഫ്ര ആർച്ചറാണ് മുംബൈയെ തകർത്തത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 205 റൺസ് എടുത്തത്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാവും. 1ാം ക്വാളിഫയറിൽ പോയിന്റ് പട്ടികയിലെ ആദ്യ 2 സ്ഥാനക്കാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ 31-ന് അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. 1ാം ക്വാളിഫയറിൽ പരാജയപ്പെടുന്ന ടീമിന് ഫൈനലിലെത്താൻ ഒരു അവസരം കൂടിയുണ്ട്. അവർ 29-ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ മത്സരിക്കണം. പോയിന്റ് പട്ടികയിൽ 3ഉം 4ഉം സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും 27-ന് ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന എലിമിനേറ്ററിൽ നേർക്കുനേർ വരും. ഈ മത്സരത്തിൽ തോൽക്കുന്നവർ ടൂർണമെന്റിൽ നിന്ന് പുറത്താവും. വിജയിക്കുന്നവർ 2ാം ക്വാളിഫയറിലേക്ക് മുന്നേറുകയും അവിടെ RCB ഗുജറാത്ത് മത്സരത്തിൽ തോറ്റ ടീമിനെ നേരിടുകയും ചെയ്യും. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.